ഞാനേ ഛത്തീസ്ഗഡിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സിറ്റി ആണെങ്കിൽ, ചെറിയ സിറ്റി ആണെങ്കിൽ, മറ്റു സ്ഥലം കംപ്ലീറ്റ് വില്ലേജ് ആണ്. ഇന്ന് ഞാൻ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാറിയാണുള്ളത്. അതിൻ്റെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നിങ്ങൾ ഈ സ്ട്രീറ്റ് കണ്ടോളൂ. നമ്മൾ ഓരോ സ്ഥലം കാണില്ല, ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കച്ചവടവും, കൊച്ചു കച്ചവടവും, അതിലൊത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരും അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ മറ്റൊരു സ്ഥലം, ഓരോ സ്ഥലങ്ങളും ചെറുതായിട്ട് ഡെവലപ്പ് ആവണമെന്ന് എങ്ങനെയാണെന്നും ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നെന്നും നോക്കിയത്. ഇവിടെ പഴയ കാലത്തിനെ അപേക്ഷിച്ചൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മ്ലാനത കാണാം. ഇവിടെയൊക്കെ നിറച്ച് ഹോട്ടലാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൊലവിളിക്കിച്ച് കളയും റേറ്റൊക്കെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ ഹോട്ടൽ എടുക്കാൻ പറ്റുള്ളൂ. നെറ്റിലൊക്കെ 700-800 എന്നൊക്കെ കാണിക്കും. നമ്മൾ വരുമ്പോഴത്തേക്ക് 3000-4000 ഒക്കെ ചോദിക്കും. അവസാനം നന്നായിട്ടൊന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു 1000-1250 രൂപയ്ക്ക് ഡബിൾ എ സി റൂം കിട്ടും. ഞാനൊരു ഡബിൾ എ സി റൂമാണ് എടുത്തിരിക്കുന്നത്. അവർ 3800 രൂപ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. 1000 പറഞ്ഞു. അവസാനം 1250ക്ക് എ സി റൂം എടുത്തു 1 ഡേക്ക്. പക്ഷെ ഇവിടുത്തെ സാധാരണ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. നല്ലൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞാൻ വന്ന കാര്യം ഓഫീസിൽ പോയി, അവിടെ മീറ്റിംഗ് കഴിഞ്ഞു, തിരിച്ച് ഒരു ഓട്ടോ അറേഞ്ച്മെൻറ്റ് ചെയ്തു. വലിയ റേറ്റൊന്നുമല്ല, ഒരു മാന്യമായ ഡീലിങ്സൊക്കെ തന്നെയാണ്. 100 രൂപയാണ് പറഞ്ഞത്. പിന്നെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും ടിപ്പ് കൂടെ ചോദിച്ചത് കൊണ്ട് ഒരു 50 രൂപ കൊടുത്തു, 150 രൂപ കൊടുത്തു, 50 രൂപ ടിപ്പുമായിട്ട്. ഇതൊക്കെ നമ്മുടെ മര്യാദ കണ്ടോ. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കാണുന്ന കൊച്ചു കടകളും ഒരു സ്ട്രീറ്റിനകം. ഇത് ഛത്തീസ്ഗഡിലെ മെയിൻ മാർക്കറ്റ് കജേരി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഞാൻ ഈ പോണത്. കുഞ്ഞു തട്ടുകടകളും നമ്മൾ എന്ത് പറയാം, ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഒരു പൊതുവിൽ പറയുന്ന ഡെവലപ്മെൻ്റ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരു വളരെ പിന്നിൽ തന്നെ എന്ന് പറയാം. സ്ഥലം നോക്കിയത് കജേരി വില്ലേജ് സെക്ടർ ഉണ്ടോ. കജേരി വില്ലേജ് സെക്ടർ 52 ഛത്തീസ്ഗഡ്. പിൻ നമ്പർ 36. അപ്പോൾ സിറ്റിയിൽ നിന്ന് നിങ്ങളറിയാമല്ലോ, സിറ്റിയിൽ നിന്ന് വലിയ വിട്ടിട്ടല്ല പിൻ നമ്പർ 36 എന്ന് പറയുമ്പോൾ. ഞാൻ ആ സ്ഥലത്തൂടെ ഇങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, മുൻപ് ഒരു മറ്റൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഒരു ചായ, ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഒരു രക്ഷയില്ല. ഇവിടെ കിട്ടുന്ന ഒരു ചായ ഒരു പ്രത്യേക കൂട്ടാണ്. അവരെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ അത് വല്ലാത്ത രുചിയാണ്. 30 രൂപയാണ് അവിടെ ഹോട്ടലിൽ ഈടാക്കണേ, വെളിയിൽ 15 രൂപയുള്ളൂ. പക്ഷെ ഒരു അന്യായ ടേസ്റ്റാണ് ചായക്ക്. അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട്, കാരണം ഇന്നലെയും നല്ല തിരക്കാണ്. അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ടൊന്ന് വൈകുന്നേരം തീരെ സന്ധ്യ, ഇനി വെളുപ്പിന് ഏർലി മോർണിംഗ് തിരിച്ച് പോകാനുള്ളതുകൊണ്ട് ഞാനൊന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. നിങ്ങളുടെ ആ സ്ട്രീറ്റിൻ്റെ കാഴ്ച കാണും. ഇവിടെ പിന്നെ നമ്മുടെ നാട് പോലെയല്ല, ഹെൽമെറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഹെൽമെറ്റൊക്കെ വെച്ചില്ല എന്നൊരു ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ട്രാഫിക്കുകളൊക്കെ അവരവർ തീരുമാനിക്കും. പക്ഷെ വേറെ വിഷയമൊന്നുമില്ല, ആർക്കും പരാതിയില്ല. എല്ലാവരും നല്ല സ്നേഹമായിട്ട് തന്നെ ഇടപഴകണത്. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ളവർ അതെല്ലായിടത്തും ഉള്ളതിൻ്റെ ബിസിനസ്സാണല്ലോ. പുറത്തുനിന്നുള്ളവർ ചെറുതായിട്ടൊക്കെ ചീറ്റ് ചെയ്ത് കളയും. അത് ബിസിനസ്സാണല്ലോ, അത് നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. കജേരി സ്ട്രീറ്റിൽ ലെഫ്റ്റ് തിരിഞ്ഞു നോക്കട്ടെ. കാരണം ടേണിംഗ് പോയിന്റ് നോക്കി വെച്ചില്ലെങ്കിൽ ചിക്കൻ തോന്നും. നോക്കി വെച്ചില്ലെങ്കിൽ നമ്മളെ റൂട്ട് തെറ്റിപ്പോകും ഹോട്ടലിൻ്റെ. കാരണം ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് വളരെ റേറ്റ് കുറച്ച് കാണിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ വന്നപ്പോഴാണ് സംഭവങ്ങളൊക്കെ മാറിയത്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിയേ. ഷൂട്ടിങ്ങിനൊന്നും ആരും എതിരൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെ വേറെ പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല.
ഇത് ഒരു 2 കിലോമീറ്റർ മാറിയ ടൗണാണ് കേട്ടോ. 2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല ഇവിടുത്തെ മെയിൻ ടൗണാണ്, ഛത്തീസ്ഗഡിൻ്റെ ടൗണാണ്. ഞാൻ സെക്ടർ 17-ലാണ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ട്, നല്ല രസകരമായ നോക്കി. ഛത്തീസ്ഗഡിലെ ഇപ്പോൾ സെക്ടർ 42C-ലാണ് നിൽക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം സെക്ടറാണ്, സെക്ടർ ബേസ് ചെയ്തിട്ടാണ്. അതായത് 1 to 52, 52, 17 വണ്ടിയിൽ തുടങ്ങി ഇങ്ങനെ പോകുന്ന സെക്ടർ തിരിച്ചാണ്. നമ്മൾ പിൻകോഡൊക്കെ പറയും പോലെ ഇവിടെ പിൻകോഡ് ഉണ്ടെങ്കിലും ബാക്കി സ്ട്രീറ്റുകൾ എല്ലാ സ്ഥലത്തും സെക്ടർ തിരിച്ചിട്ടാണ് പറയുന്നത്. കണ്ട് ഇത് 52 സെക്ടറാണ്, കജേരി 52 സെക്ടറാണ്. നല്ല തിരക്കുണ്ട്, നല്ല രസകരമായ കാഴ്ചയാണ്. നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന ക്യാപിറ്റലായ ഛത്തീസ്ഗഡിൻ്റെ സിറ്റിക്കകത്തുള്ള വില്ലേജിൽ കൂടിയുള്ള യാത്ര.